ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അനന്യാസ് ക്രിയേഷൻസ്. അപ്പോൾ ഇന്ന് നമുക്ക് ഇതേപോലുള്ള ഒരു ബുക്ക് മാർക്ക് ഉണ്ടാക്കിയാലോ. അപ്പോൾ നമുക്ക് നല്ല അടിപൊളിയായിട്ട് ബുക്ക് മാർക്ക് ഉണ്ടാക്കാം. അത് നമുക്ക് ഈ സ്റ്റാപ്ലർ ആവശ്യമില്ല, ഈ ഗ്ലൂ ആവശ്യമില്ല, ആകെ നമുക്ക് ഈ സീസറും A4 ഷീറ്റും മതി. ഇനിയിപ്പോൾ A4 ഷീറ്റ് ഇല്ലെങ്കിൽ ന്യൂസ് പേപ്പർ ആയാലും കളർ പേപ്പർ ആയാലും ഒക്കെ ഒന്നും കുഴപ്പമില്ല കേട്ടോ, നമുക്ക് ഇതൊക്കെ വെച്ചിട്ടുണ്ടാകും. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒരു A4 ഷീറ്റ് ഉണ്ടാവുമല്ലോ, A4 ഷീറ്റ് നമ്മൾ രണ്ടായിട്ട് മടക്കണം. നമ്മൾ രണ്ടായിട്ട് മടക്കിയ ശേഷം ഇത് ഇങ്ങോട്ടും നമുക്ക് ആവശ്യമുള്ള വലുപ്പത്തിന് ഇത് ഉണ്ടാക്കാം. അതുകൊണ്ട് നമുക്ക് എവിടെ എത്ര ഏത് സൈസ് വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മളിത് മടക്കി കൊടുക്കുന്നുണ്ട്. മടക്കിയ ശേഷം ഇനി ഞാൻ മടക്കുന്നുണ്ട്, കാരണം എനിക്ക് ഇത്ര വലുപ്പമൊന്നും വേണ്ട. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എത്ര വലുപ്പം വേണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് നിങ്ങൾ മടക്കുക കേട്ടോ. ഇത്ര വലുപ്പം എനിക്ക് വേണ്ടുള്ളൂ, അപ്പോൾ ഞാൻ ഇങ്ങനെ മടക്കിയിട്ടുണ്ട്. ഇതിന് ശേഷം ഞാനിത് നമ്മൾ നമ്മൾ നോർത്തണ പോലെ ഒന്ന് നോക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ നിന്നെല്ലാം ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് വരാം. ഇതേപോലെ നമ്മൾ ഇപ്പുറത്തെ സൈഡും കൂടെ ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ മടക്കി കൊടുക്കണം. കോണൊക്കെ ശരിയായിട്ട് നമ്മൾ മടക്കി കൊടുക്കുന്നുണ്ട്. കറക്റ്റ് ഒന്ന് മടക്കി കൊടുക്കണം കേട്ടോ. അതിനുശേഷം നമ്മൾ ഇതൊന്ന് നോർത്തി കൊടുക്കുക. എന്നിട്ട് ഈ രണ്ട് ഭാഗം നമ്മളൊന്ന് കട്ട് ചെയ്യണം. ഈ സൈഡ് നമ്മളൊന്ന് വെട്ടി കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഇങ്ങനെ ഒരു ഭാഗം ഉണ്ടാവുമല്ലോ, അതിങ്ങനെ ഒന്ന് മടക്കണം. അതിനുശേഷം നമ്മൾ ഇവിടെ ഇങ്ങനെ കുറച്ച് എക്സ്ട്രാ ഭാഗം ഉണ്ടാവും, അതും കൂടി ഇങ്ങനെ മടക്കണം. അതിനുശേഷം നമ്മളിത് ഇങ്ങനെ ഒന്ന് മടക്കണം. എന്നിട്ട് ഈ എക്സ്ട്രാ ഭാഗം ഇതിൻ്റെ ഉള്ളിലേക്കൊന്ന് ഇറക്കി കൊടുക്കണം കേട്ടോ. മനസ്സിലായില്ലേ? അപ്പോൾ ഇതേപോലെ ഇങ്ങനെ കിട്ടും. ഇതാണ് നമ്മുടെ ബുക്ക് മാർക്ക്. ഇത്രയും സിമ്പിളാണ്. പക്ഷെ നമുക്കിതിൽ ഇഷ്ടമുള്ള ഡിസൈൻ ചെയ്യാം കേട്ടോ. നമുക്ക് ഇതൊന്ന് ഡിസൈൻ ചെയ്ത് നമ്മൾ അങ്ങനത്തെ കുറച്ചെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കിയത്. 3 ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് ഒരു ഡിസൈന്. പിന്നെ ഇത് ഞാൻ നേരത്തെ കാണിച്ചതാണ്. പിന്നെ ഇത് നമ്മളിപ്പോൾ ഉണ്ടാക്കിയൊരു ഡിസൈൻ. അപ്പോൾ ഞാൻ ഏതെങ്കിലും ഒരു ബുക്ക് എടുക്കാം. അപ്പോൾ ഞാനൊരു ഡിക്ഷണറി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഡിക്ഷണറിയിൽ നമ്മൾ ഒരു പേജിൽ നമ്മൾ ഇതേപോലെ ഇത് ഇറക്കി വയ്ക്കുക. ശേഷം നമ്മളിതിങ്ങനെ അടച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ ഇങ്ങനെ ഒരു ഉണ്ടായിരിക്കും. അപ്പോൾ വെച്ച് നമുക്ക് ഇങ്ങനെ തുറക്കാം. അപ്പോൾ അത്രയും സിമ്പിളല്ലേ? അപ്പോൾ ഇത് ഉണ്ടാക്കാൻ നല്ല സിമ്പിളാണ്. അപ്പോൾ എല്ലാവരും പോയി വേഗം ഉണ്ടാക്കിക്കോ. പറ്റണവർ മാത്രം ഉണ്ടാക്കിയാൽ മതി കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ബൈ.